കയറാൻ വരുന്നത്. ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. എവിടെയാണോ ഫാൾട്ട് ഉള്ളത് അത് കൂടുതൽ ഒന്നും കൂടെ ഒന്ന് നോക്കുക. ചന്ദ്രയാൻ 1, 2 സ്കൂൾ ടെസ്റ്റ് എല്ലാം ഒന്ന് നോക്കണം. 5 മുതൽ തുടങ്ങിക്കും. 5 മുതൽ 10. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. യൂണിവേഴ്സിറ്റി LGSന്റെ പാർട്ട് 2 നമ്മൾ കഴിഞ്ഞായിരുന്നു. കുറെ റിവിഷൻ നടത്തിയായിരുന്നു. പാർട്ട് 3ലേക്ക് കടക്കുകയാണ്. പരീക്ഷയ്ക്ക് എത്തിയല്ലേ. ഫെബ്രുവരി 7 രാവിലെ പോവുകയാണ്. കുറെ പേര് രക്ഷപ്പെടും. തീർച്ചയായിട്ടും കുറെ പേരുടെ അധ്വാനം, കുറെ നാളുകൊണ്ട് അവര് തീർച്ചയായിട്ടും അതേന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് റിവിഷൻ നടത്തി പെർഫെക്റ്റ് ആയി മുന്നോട്ട് പോകുന്നുണ്ട്. സ്കൂൾ ടെസ്റ്റ് നോക്കുന്നുണ്ട്, അത് മാച്ച് ദ ഫോളോയിങ് വന്നാൽ അത് തെറ്റാതെ പോകുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കുന്നുണ്ട്, ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. കറണ്ട് അഫേഴ്സ് നല്ലോണം ശ്രദ്ധിച്ചോണ്ട് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം മാക്സിമം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോരുത്തരോടും പറയാൻ കിട്ടും, ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട്. എവിടെയാണോ ഫാൾട്ട് ഉള്ളത് അത് കൂടുതൽ ഒന്നും കൂടെ ഒന്ന് നോക്കുക. ചന്ദ്രയാൻ 1, 2, 3 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്നും കൂടെ നോക്കുക. അതുപോലെ ജോഗ്രഫി, ഹിസ്റ്ററി പാർട്ട്, ജോഗ്രഫി എന്നൊക്കെ ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ കയറാൻ വരുന്നത്. ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഹിസ്റ്ററിയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കി പോവുക. സ്കൂൾ ടെസ്റ്റ് എല്ലാം ഒന്ന് നോക്കണം. 5 മുതൽ തുടങ്ങിക്കും. 5 മുതൽ 10 വരെ നല്ലവണ്ണം പഠിക്കണമെന്നാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും പറ്റുന്നത് റിവിഷൻ നടത്തുക. 8ാം ക്ലാസ് ഒക്കെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കയറി വരാം. 8 വരാം, 7 വരാം. അതെല്ലാം 7, 6 അതെല്ലാം ഒന്നും കൂടെ റിവിഷൻ നടത്തിയിട്ട് പോവുക. നമുക്ക് സമയം കളയണ്ട. നമുക്കൊന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏത് എന്നാണ്. നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് അല്ലെ. ഉത്തര മഹാസമതലം എന്ന് പറയുമ്പോൾ കൃഷിക്ക് അനുയോജ്യമായതാണല്ലോ. അപ്പൊ ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ചോദിച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഏതാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതും എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലാറ്ററൈറ്റ് മണ്ണാണെന്ന് നമുക്കറിയാം. എക്കൽ മണ്ണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് ഏതാണ്? പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. മണ്ണ് ദിനം നിങ്ങൾക്കറിയാം ഡിസംബർ 5 ആണ് മണ്ണ് ദിനം. മണ്ണ് വർഷം എന്ന 2015. മണ്ണ് വർഷം ഏതെന്ന് ചോദിച്ചാൽ 2015 ആണ് മണ്ണ് വർഷം ഏതെന്ന് ചോദിച്ചാൽ. അപ്പൊ മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. കൃഷിക്ക് ആവശ്യമായ മണ്ണിന്റെ pH മൂല്യം എത്രയാന്ന് ചോദിച്ചിട്ടില്ലേ? കൃഷിക്ക് ആവശ്യമായ മണ്ണിന്റെ pH മൂല്യം 6നും 7.5നും മധ്യയാണ്. നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. 6നും 7.5നും മധ്യമായിട്ട്. അപ്പോ മണ്ണിൽ പൊതുവെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം അതാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചതാരാ? pH സ്കെയിൽ സൊറാൻസൺ അല്ലെ. pH സ്കെയിൽ കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ സൊറാൻസൺ. എക്കൽ മണ്ണിനെ തന്നെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തിരിച്ചിട്ടില്ലേ? എക്കൽ മണ്ണിനെ ഏതൊക്കെയാ? ഖാദറും ബങ്കറും എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലെ. എക്കൽ മണ്ണിനെ പൊതുവെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഖാദറും ബങ്കറും. അതായത് പുതിയതായിട്ട് അവസാദ നിക്ഷേപം നടത്തി രൂപം കൊള്ളുന്ന മണ്ണ് ഖാദറാണ്, പുതിയതായിട്ട് വരുന്നത് അല്ലെ. പഴയ ഈ ഖാരിഫ്, റാബി വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ. ഖാരിഫ്, റാബി വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? ഖാദർ മണ്ണാണ്. എക്കൽ മണ്ണിൽ തന്നെ ഖാദർ മണ്ണാണ്. പക്ഷെ പഴയതും ഫലഭൂഷ്ടി കുറഞ്ഞതുമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ബങ്കറാണ്. പഴയതും ഫലഭൂഷ്ടി കുറഞ്ഞതുമായ മണ്ണ് ഏതാണ്? ബങ്കറാണ്. കേരളത്തിൽ എക്കൽ മണ്ണ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? പൊതുവെ കേരളത്തിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. കൊല്ലം, ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. വാഴ, മരച്ചീനി കൃഷി, നെല്ല്, ഇതിനൊക്കെ പ്രധാനമായിട്ടും എക്കൽ മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഈ കറുത്ത മണ്ണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ പേരുകൾ ഏതൊക്കെയാ? കറുത്ത മണ്ണിന് റിഗർ മണ്ണെന്നും ചൊർണോസം അല്ലെ. റിഗർ മണ്ണ്, ചൊർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? കറുത്ത മണ്ണാണ്. നമുക്കറിയാം. ലാവാശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണല്ലേ. പരുത്തി കൃഷിക്ക് പുറമെ പിന്നെ ഏതൊക്കെ പറയാം? പുകയില, ഗോതമ്പ്, കരിമ്പ് അല്ലെ. പുകയില, ഗോതമ്പ്, കരിമ്പ് എന്നിവയുടെ വിളവിനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? കറുത്ത മണ്ണ് ഉപയോഗിക്കാം. അതൊന്ന് ശ്രദ്ധിച്ചോണം. കറുത്ത മണ്ണ് പൊതുവെ കാണപ്പെടുന്ന സ്ഥലം എവിടാന്നറിയാമോ? നർമ്മദ, താപ്തി, ഗോദാവരി നദീതീരങ്ങളിലാണ് കറുത്ത മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതൊന്നോ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് അല്ലെ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ വാളയാർ എന്താ കാണപ്പെടുന്നത്? വാളയാർ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപമുള്ള കേരളത്തിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ചുണ്ണാമ്പ് കല്ല് നിക്ഷേപമുള്ള കേരളത്തിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ വാളയാറാണ്. പിന്നെ കറുത്ത മണ്ണ് വ്യാപകമായി കാണപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഡെക്കാൻ പീഠഭൂമിയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഡെക്കാൻ പീഠഭൂമിയിൽ പ്രധാന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ
കൂടുതൽ കാണപ്പെടുന്ന ആ ഭാഗം ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് തന്നെ അറിയപ്പെടുന്നത് അല്ലെ. ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നു. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ ഈ ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഏതാ? ഇരുമ്പ് ഓക്സൈഡ്, ഇരുമ്പ് അല്ലെ, ഇരുമ്പ് അയൺ ഓക്സൈഡ് ആണ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മണ്ണ് കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെമ്മണ്ണ് കാണപ്പെടുന്നത്. നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണിന്റെ മലയാളം എന്താണ്? ലാറ്ററൈറ്റ് മണ്ണിന്റെ മലയാളം അത് ചെങ്കൽ മണ്ണ് എന്നാണ് പറയുന്നത് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണിന്റെ, അതായത് മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ധാരാളമായി കാണുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. നമ്മൾ കേരളത്തിലെ മൺസൂൺ കാലാവസ്ഥയിലെ കുറ്റിച്ചെടി, മേൽച്ചിൽ പുറങ്ങൾ, ഇതിനൊക്കെ അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ, കുരുമുളക്, കശുവണ്ടി, തേയില, കാപ്പി എന്നിവയ്ക്ക് കൃഷിയുടെ അനുയോജ്യമായ മണ്ണ്. റബ്ബർ, കശുവണ്ടി, കുരുമുളക്, കാപ്പി എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ഉത്തരം ചെങ്കൽ, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ്. ഓക്കെ, ഈ ജലത്തിന്റെ അഭാവം തീരെ ഇല്ലാത്ത മണ്ണല്ലേ മരുഭൂമി മണ്ണ് എന്ന് വിളിക്കുന്നത്? ആണ്, മരുഭൂമി മണ്ണ് ജലത്തിന്റെ, അതായത് ഇരുമ്പിന്റെ അംശം തീരെ കുറഞ്ഞ, ഇരുമ്പില്ല ഈർപ്പം, വളരെ ഈർപ്പമില്ലാത്ത തീരെ കുറഞ്ഞ മണ്ണാണ്. ആ പേരിലൂടെ തന്നെ കിട്ടും നമുക്ക് എന്താണ്? മരുഭൂമി മണ്ണ് എന്ന് വിളിക്കുന്നു. പർവ്വത മണ്ണ് നമ്മൾ നല്ലോണം ചോദിക്കും. ഏതാ? ജൈവാംശം ധാരാളം അടങ്ങിയിരിക്കുന്ന മണ്ണ്. ജൈവാംശം ധാരാളം അടങ്ങിയിരിക്കുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? പർവ്വത മണ്ണ്. പീറ്റ് മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് അല്ലെ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഓറോളജി എന്തിനെ കുറിച്ചുള്ള പഠനം? ഓറോളജി പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. പർവ്വതങ്ങളെ കുറിച്ച് അടുപ്പിച്ചടുപ്പിച്ച് അധ്യയനം കിടക്കുന്നത്. ഏതാണെന്നറിയാമോ? മണ്ണ് ദിനം ഡിസംബർ 5. മണ്ണ് ദിനം എന്ന ഡിസംബർ 5. പർവ്വത ദിനം ഡിസംബർ 11. മണ്ണ് ദിനം എന്ന ഡിസംബർ 5, പർവ്വത ദിനം എന്നാണ് ഡിസംബർ 11. നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജിയാണ്. നദികളെ കുറിച്ചുള്ള പഠനം ഏതാ? പോട്ടമോളജി. പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി. പോമോളജി എന്തിനെ കുറിച്ചുള്ള പഠനം? പഴങ്ങളെ കുറിച്ചുള്ളത്. എന്റമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്റമോളജി ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ. എന്റമോളജി പദങ്ങളെ കുറിച്ചുള്ള പഠനം. ഇക്തിയോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ഇക്തിയോളജി മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ. ഇക്തിയോളജി മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. കാർട്ടോഗ്രാഫി എന്താണ്? കാർട്ടോഗ്രാഫി ഭൂപട നിർമ്മാണം അല്ലെ. ഭൂപട നിർമ്മാണം, അത് നിർമ്മിക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കാറുണ്ട് അല്ലെ. കാർട്ടോഗ്രാഫർ. അനിമോളജി കേട്ടിട്ടുണ്ടോ? അനിമോളജി കാറ്റിനെ കുറിച്ചുള്ള പഠനം അല്ലെ. അനിമോളജി കാറ്റിനെ കുറിച്ചുള്ള പഠനമാണെന്ന് അറിയാം അല്ലെ. അതുപോലെ അനിമോമീറ്റർ ചോദിച്ചിട്ടില്ലേ? അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? അനിമോമീറ്റർ ആണ് നമ്മൾ പഠിക്കാറുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പൊ ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണ്, കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പറഞ്ഞില്ലല്ലോ. കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് വെച്ചാൽ കരേവ മണ്ണാണ്. കരേവ മണ്ണ്. ഇന്ത്യയിൽ കുങ്കുമം ഏറ്റവും കൂടുതൽ ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിൽ കുങ്കുമം ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരിൽ. അതുപോലെ ഇന്ത്യയിലെ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെ? കണ്ടൽ വനങ്ങൾ പശ്ചിമ ബംഗാളാണ് കേട്ടോ, മറന്നു പോരുത്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. നമ്മളെ കേരളത്തിലെ അഷ്ടമുടിക്കായൽ കണ്ടൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിലെ അഷ്ടമുടിക്കായല്. അതുപോലെ മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രമില്ലേ, അതും കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള പക്ഷി സങ്കേത കേന്ദ്രമാണ് നമ്മുടെ മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം. എവിടെയാണ് മംഗളവനം? മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളത്ത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രമല്ലേ മംഗളവനം? ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം ഹൈക്കോടതിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം. അതുപോലെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേത കേന്ദ്രം, ഒരു നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം. ഏത് ജില്ലയിലാണ് മംഗളവനം? മംഗളവനം എറണാകുളം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളം ജില്ലയിലാണ്. തട്ടേക്കാടും എറണാകുളം ജില്ലയിലാണ് അല്ലെ. തട്ടേക്കാടും എറണാകുളം ജില്ലയിലാണ്. സലീം അലിയുടെ പേരിലാണ്. സലീം അലി വന്യജീവി സങ്കേത കേന്ദ്രം നമ്മുടെ കേരളത്തിലും ഉണ്ട്, ഗോവയിലും ഉണ്ട്. സലീം അലി പക്ഷി സങ്കേത കേന്ദ്രം നമ്മുടെ വന്യജീവി സങ്കേത കേന്ദ്രം കേരളത്തിലും ഉണ്ട്, പിന്നെ എവിടെയാ? ഗോവയിലും ഉണ്ട്. പക്ഷെ സലീം അലിയുടെ പേര് ദേശീയ പാർക്ക് വരുന്നത് എവിടെയാണെന്നറിയാമോ? സലീം അലി ദേശീയ പാർക്ക് ജമ്മു കാശ്മീരിലുണ്ട് കേട്ടോ. സലീം അലി ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് സലീം അലി ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. രണ്ടാമത്തെ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏത് എന്നായിരുന്നു അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? ആദ്യത്തെ ജൈവ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയാണ് നമ്മൾ പറയേണ്ടത്. ആദ്യത്തെ ജൈവ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? കാസർഗോഡ്. സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. തുളു ഭാഷ സംസാരിക്കുന്നത് കാസർഗോഡല്ലേ ആണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡല്ലേ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡല്ലേ. നദികളുടെ നാട് എന്നറിയപ്പെടുന്ന കാസർഗോഡല്ലേ. പുകയില, അടയ്ക്ക എന്നിവ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കാസർഗോഡല്ലേ. അപ്പൊ കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ അങ്ങനെ വിശേഷണം വന്നത്? ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ കേട്ടോ. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെയാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയായിട്ട് ആര് തെരഞ്ഞെടുക്കുന്നത്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയില് ആണ് ആദ്യമായിട്ട് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായത്. അപ്പൊ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് എതിരില്ലാതെ തെരഞ്ഞെടുത്ത വ്യക്തിയുടെ പേര് ഉമേഷ് റാവു ആയിരുന്നു കേട്ടോ. ഉമേഷ് റാവു ആണ് എതിരില്ലാതെ തെരഞ്ഞെടുത്ത വ്യക്തിയുടെ പേര്. അതൊന്ന് നോക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്താണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കാസർഗോഡ് അല്ലേ. ഏതാ? മഞ്ചേശ്വരം പുഴ അല്ലെ. 16 കിലോമീറ്റർ അല്ലേ ഉള്ളൂ മഞ്ചേശ്വരം പുഴയ്ക്ക്. 16 കിലോമീറ്ററേ ഉള്ളൂ. ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ മതിക്കുന്നു അല്ലെ. കേരളത്തിലെ ഉപ്പളക്കായൽ എന്താ ചോദ്യം? ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ. പക്ഷെ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതാ? അത് വയനാട് ജില്ലയിലെ പൂക്കോടാണ് അല്ലെ. കേരളത്തിലെ വടക്കേറ്റത്തെ കായൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കാസർഗോഡ് ഉപ്പളക്കായലും, വടക്കേറ്റത്തെ ശുദ്ധജല തടാകം ചോദിച്ചാൽ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. തെക്കേറ്റത്തെ പറഞ്ഞേ, കേരളത്തിലെ തെക്കേറ്റത്തെ കായൽ ഏതെന്ന് ചോദിച്ചാൽ വേളിക്കായലും, തെക്കേറ്റത്തെ ശുദ്ധജല തടാകം ചോദിച്ചാൽ വെള്ളായണി തടാകവും പറയണ്ടേ അല്ലെ. തെക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? വെള്ളായണി തടാകമാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ ബേക്കൽ കോട്ട നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതെന്ന് ചോദിച്ചാൽ ബേക്കൽ കോട്ട. പിന്നെ കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ വരുന്നത് ചീമേനി എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലെ. ചീമേനിയിലാണ് രണ്ടാമത്തെ തുറന്ന ജയിൽ വരുന്നത്. ചീമേനി വേറെ എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. 1946 ഏത് സമരം നടന്നു? തോൽവിറക് സമരം നടന്നു അല്ലെ. തോൽവിറക് സമരം നടന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത് അല്ലെ. തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ചീമേനിയിലായിരുന്നു. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ചീമേനി ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയ കവ്വായി പുഴ എന്ന് പറയുന്ന ആ ഒരു പുഴയാണ് ചീമേനി എന്ന്. അപ്പം തോൽവിറക് സമരം ഏത് വർഷമാണ്? 1946 തോൽവിറക് സമരം ഏതെന്ന് ചോദിച്ചത്. 46 തന്നെയല്ലേ പുന്നപ്ര വയലാർ സമരം ആണ്. കരിവള്ളൂർ സമരം 46 ആണ്. കരിവള്ളൂർ സമരം 46, തോൽവിറക് സമരം 46, പുന്നപ്ര വയലാർ സമരം ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് 46. 47 ഏത് സത്യാഗ്രഹമായിരുന്നു? 47 അത് 47 പാലിയം സത്യാഗ്രഹം. പെട്ടെന്ന് മറന്നു പോരുതേ. പാലിയം സത്യാഗ്രഹം സി കേശവനാണ് നയിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന സത്യാഗ്രഹം ഏത് എന്ന് തുടർന്ന് ചോദിച്ചാല് പാലിയം സത്യാഗ്രഹം. എറണാകുളം ജില്ലയാണ്, മറന്നുപോരുത്. പാലിയം സത്യാഗ്രഹം ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണ്. 47 ആരാ നടത്തിയത്? സി കേശവനാണ് പാലിയം സത്യാഗ്രഹം നടത്തിയത്. സി കേശവൻ വേറൊരു സത്യാഗ്രഹം നടത്തിയല്ലോ. ഏത് പ്രക്ഷോഭ? സി കേശവന്റെ നിവർത്തന പ്രക്ഷോഭം 1932 അല്ലെ. 32 നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് സി കേശവനാണ് അല്ലെ. സി കേശവനാണ്. അപ്പൊ 32 നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരാൻ കാരണമായ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരുന്നത് അല്ലെ. GD നോക്സ് ആദ്യത്തെ ചെയർമാൻ അദ്ദേഹം അല്ലെ. 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്. മറന്നുവരുത്. അപ്പൊ 32 നിവർത്തന പ്രക്ഷോഭം. ഹിന്ദു മുസ്ലിം എല്ലാവർക്കും ആനുപാതികമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നിവർക്ക് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം 32 സി കേശവനാണ്. സി കേശവന്റെ ഒരു പ്രസംഗം പറഞ്ഞേ. സി കേശവന്റെ പ്രസംഗം നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് അല്ലെ. കോഴഞ്ചേരി 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവനാണ് അല്ലെ. സി കേശവനാണ് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും സി കേശവനാണ്. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം സി കേശവനാണ്. ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗം ആരാ നടത്തിയത്? സി കേശവനാണ്.
കാസർഗോഡിലാണ് നടത്തിയത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനാണ് അല്ലെ. മുതുകുളം പ്രസംഗം 47 പന്നത്ത് പത്മനാഭൻ. അപ്പൊ 35 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. 47 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മറന്നുപോരുതേ, മന്നത്ത് പത്മനാഭനാണ്. പിന്നെ ഈ നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനം വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഏതായിരുന്നു? കരീം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ് പാർക്കാണ് ആദ്യത്തെ മനുഷ്യനിർമ്മിത വനം വരുന്നത് അല്ലെ. പിന്നെ എൻഡോസൾഫ ദുരിതബാധിത ഗ്രാമങ്ങൾ കാസർഗോഡ് അല്ലേ? പെട്ര, സ്വർഗ അല്ലെ. എൻഡോസൾഫ ദുരിതബാധിത ഗ്രാമങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പെട്രയും സ്വർഗയാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ എൻഡോസൾഫാൻ ഉൾപ്പെടുന്ന ഈ വിഭാഗം അറിയപ്പെടുന്ന പേര് ചോദിച്ചിട്ടുണ്ട്. എൻഡോസൾഫ ഉൾപ്പെടുന്ന വിഭാഗം അറിയപ്പെടുന്നത് ഓർഗാനോ ക്ലോറൈഡ്. മറന്നുപോരുത്, ഓർഗാനോ ക്ലോറൈഡ് എന്നായിരുന്നു എൻഡോസൾഫ വിഭാഗം അറിയപ്പെടുന്ന പേരെന്തെന്ന് വെച്ച് ഒരു കൃതി നമ്മൾ പഠിച്ചിട്ടില്ലേ? എൻ മഗജെ. എൻഡോസൾഫാർ ദുരിതത്തെ കുറിച്ച് വിവരിക്കുന്ന, ആ ഗ്രാമത്തെ കുറിച്ച് വിവരിക്കുന്ന കൃതിയാണ് എൻ മഗജെ അല്ലെ. എൻ മഗജെ ഏതായിരുന്നു? ആരാ എഴുതിയത്? അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടാണ് എൻ മഗജെ എന്ന് പറയുന്നത് അല്ലെ. കാസർഗോഡ് ജില്ലയിൽ തന്നെ അല്ലേ കയ്യൂർ സമരം നടന്നത്? കയ്യൂർ സമരം ഏത് വർഷം? 41 അല്ലെ. കയ്യൂർ സമരം നടന്നത് 1941. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു നോവൽ അല്ലേ ചിരസ്മരണ അല്ലെ. ചിരസ്മരണ എഴുതിയത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയ നോവൽ ഏതാണ്? ചിരസ്മരണയാണ്. അതായത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന എഴുതിയതാണ് ചിരസ്മരണ. അതുപോലെ ഓർത്തു വെച്ചിരിക്കുക. അപ്പം തോൽവിറക സമരം നടന്നത് എവിടെയാണ്? തോൽവിറക സമരം നടന്നത് ചീമേനി, കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ 1946 പിന്നെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അതും കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. വലിയനാർ മൂല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡാണ്. അടയ്ക്ക, പുകയില എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കുടക് അല്ലെ. കേന്ദ്ര കുഡുലു കേട്ടോ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് എവിടെയാണ്? കുഡുലു. ഒരു പരീക്ഷയ്ക്ക് ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ, കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത കമുങ്ങ് ഇനം ചോദിച്ചിട്ടുണ്ട്. കമുങ്ങിന്റെ ഇനം മംഗള എന്ന് പറയുന്നതാണ് കേട്ടോ. കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത കവുങ്ങ് ഏതാണ്? മംഗള എന്നതാണ്. മംഗള. അതുപോലെ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത തെങ്ങിനം ചോദിച്ചിട്ടുണ്ട്. തെങ്ങിനം ഏതാണെന്നറിയാമോ? ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി. ടി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടിയും നമ്മുടെ കാസർഗോഡാണ് വികസിപ്പിച്ചെടുത്തത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 41 ഏതായിരുന്നു? 41 കയ്യൂർ സമരം. നമുക്ക് ആ 41 നല്ലോണം നോടി. 40 ഏത് സമരമായിരുന്നു? 40 മൊറാഴ സമരം അല്ലെ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറാഴ സമരം. 1940 KPR ഗോപാലൻ, ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കിയത് KPR ഗോപാലൻ. അപ്പൊ 40 ഏതായിരുന്നു? മൊറാഴ സമരം. 41 കയ്യൂർ സമരം. 41 ഏതാണ്? കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിൽ. 41 വേറൊന്നുണ്ട്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 41 ആണ്. VR കൃഷ്ണൻ എഴുത്തച്ഛനൊക്കെ വന്ന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഏത് വർഷമാ? 41. 42 ഏതാണ്? 42 കീഴറിയൂർ ബോംബ് കേസ് അല്ലെ. കീഴറിയൂർ ബോംബ് കേസ് 42 കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് പാലവുമായി ബന്ധപ്പെട്ടല്ലേ, ഫറോക്ക് പാലം തകർക്കലുമായി ബന്ധപ്പെട്ടതാണ് കീഴറിയൂർ ബോംബ് കേസ്. 42 അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ ഈ ഇന്ത്യയിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ ഏതാണ്? കീഴറിയൂർ ബോംബ് കേസ്. കോഴിക്കോട് ജില്ലയിലാണ്, മറന്നുപോരുത്. 42 പിന്നെ നമുക്ക് 42 കഴിഞ്ഞ ആ ഭാഗങ്ങളിൽ 46 പഠിച്ചാൽ മതി. ഏതാ നേരത്തെ പഠിച്ചു? തോൽവിറക സമരം, കരിവള്ളൂർ സമരം, പുന്നപ്ര വയലാർ സമരം ഒക്കെ 46 പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത് അത് ഇത്രയൊന്നും ഓർത്തു വെച്ചിരിക്കുക, ആ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ല. വടക്കേറ്റത്തെ കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കോർപ്പറേഷൻ അത് കണ്ണൂരെ പറയാം. കാസർഗോഡ് കോർപ്പറേഷൻ ആയിട്ടില്ലല്ലോ. കേരളത്തിലെ വടക്കേറ്റത്തെ കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കണ്ണൂരാണ് അല്ലെ. വടക്കേറ്റത്തെ രാജവംശം ഏതാണെന്ന് അറിയാമോ? കുമ്പള രാജവംശം. മറന്നുപോരുത്, കുമ്പള രാജവംശമാണ് കേരളത്തിലെ വടക്കേറ്റത്തെ രാജവംശം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഞാൻ അങ്ങനെ എന്നാ അതിലോട്ടൊക്കെ പോകും. അടുത്ത നമുക്ക് നോക്കാം, ഇൻഡിഗോ കലാപം നടന്നതെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ഇൻഡിഗോ കലാപം അഥവാ നീലം കലാപം നടന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലെ. ഇൻഡിഗോ കലാപം അഥവാ നീലം കലാപം നടന്നത് പശ്ചിമ ബംഗാളിലാണ്.
ബംഗാളിലാണ് അല്ലെ. പശ്ചിമ ബംഗാളിൽ നേരത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിളിക്കുന്നത് ഏത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്ന് വിളിക്കുന്നത് ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇൻഡിഗോ കലാപം നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. നീലം കലാപം നടന്നത് പശ്ചിമ ബംഗാൾ. അരി ഏറ്റവും കൂടുതൽ എവിടെയാണ്? അരി ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലെ. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ. ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ. അരി, കണ്ടൽ വനങ്ങൾ, ചണം അല്ലെ. ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളാണ്. സുവർണ നാരല്ലി ചണം ആണ്. സുവർണ നാര് ചണമാണ്. സാർവത്രിക നാര് പരുത്തിയാണ്. സുവർണ നാര് ചണമാണ്. സാർവത്രിക നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തിയാണ്. പരുത്തിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അരി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. ഇന്ത്യയിലെ പശ്ചിമ ബംഗാൾ ആണെങ്കിൽ കേരളത്തിൽ എവിടെയാണ്? പാലക്കാടാണ്. നെല്ലിന് ആവശ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെല്ലിന് ആവശ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എക്കൽ മണ്ണാണ്. ഓർത്തു വെക്കുക. അപ്പൊ ഇൻഡിഗോ കലാപം, നീലം കലാപം ഒക്കെ നടന്നത് എവിടെ? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത തുറമുഖം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഹൂഗ്ലി നദി. ഹൂഗ്ലി നദിയാണ് കൊൽക്കത്ത അല്ലെ. അതുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. തഞ്ചാവൂരിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി പറഞ്ഞേ. തഞ്ചാവൂരിന്റെ തീരത്തുകൂടി കാവേരി നദിയാണ്. തഞ്ചാവൂരിന്റെ തീരത്തുകൂടി കാവേരി നദി. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, മംഗലാപുരത്തിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി നേത്രാവതി. തഞ്ചാവൂരിന്റെ കൂടെ കാവേരി, മംഗലാപുരത്തിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? നേത്രാവതി നമുക്ക് പഠിക്കാം. അതുപോലെ ലക്നൌവിന്റെ തീരത്തുകൂടിയാ ഗോമതി ഒഴുകുന്നത്. ലക്നൌ ഗോമതി ഒഴുകുന്നു. അതുപോലെ നാസിക്കിന്റെ തീരത്തുകൂടി ഗോദാവരി ഒഴുകുന്നു. നാസിക്കിന്റെ തീരത്തുകൂടി ഗോദാവരി ഒഴുകുന്നു. വിജയവാഡയുടെ തീരത്തുകൂടി കൃഷ്ണ ഒഴുകുന്നു. വിജയവാഡയുടെ തീരത്തുകൂടി കൃഷ്ണ. നമ്മുടെ ഹംപിയുടെ തീരത്തുകൂടി തുംഗഭദ്ര. ഹംപി ഉണ്ടല്ലോ, കർണാടകയിലാണ് ഹംപി. ഹംപിയുടെ തീരത്തുകൂടി തുംഗഭദ്ര ഒഴുകുന്നു. കാർഗിലിന്റെ തീരത്തുകൂടി സുരു. സിയാച്ചിന്റെ തീരത്തുകൂടി നൂബ്ര അല്ലെ. സിയാച്ചിന്റെ തീരത്തുകൂടി ഒഴുകുന്ന ഏതാ? നൂബ്ര. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സിന്ധു നദിയാണ്. സിന്ധു നദിയാണ്. അതെല്ലാം അപ്പൊ കൊൽക്കത്തയുടെ തീരത്തൂടെ ഒഴുകുന്ന നദി ഏതാണ്? പട്ടണത്തിലൂടെ ഒഴുകുന്നത് ഹൂഗ്ലി നദിയാണ്. മറന്നുപോരുത്. അപ്പൊ ലക്നൗ ഗോമതിയാണ്. ഓക്കെ, ലക്നൗ ഗോമതിയാണ്. നമ്മുടെ നാസിക് ഗോദാവരിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി അല്ലേ? ആണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഗംഗയാണ് പറയേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗയാണ് നിങ്ങൾ പറയേണ്ടത്. അതൊന്നോ. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഫറാക്ക ബാരേജ് ഗംഗാ നദിയിലാണ്. ഫറാക്ക ബാരേജ് ഗംഗാ നദിയിലാണ്. ഈ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ഒരു ആഘോഷമുണ്ട്, പുഷ്കാരം എന്ന് പറയുന്ന ഒരു ആഘോഷം. മറന്നു വരുന്നത്, പുഷ്കാരം എന്ന് പറയുന്ന ആഘോഷം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകം ഏത് സംസ്ഥാനത്തിന്റെയാണെന്ന്. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകം ഏത് സംസ്ഥാനത്തിന്റെയാണ്? ഒഡീഷയുടെയാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്ന പരസ്യവാചകം ഉള്ളത് എവിടെയാണ്? ഒഡീഷയിൽ. പൈക്ക കലാപം നടന്നത് ഒഡീഷയിലല്ലേ? പൈക്ക കലാപം 1817 അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പറയുന്നത് പൈക്ക കലാപത്തെയാണ്. പൈക്ക കലാപം നടന്നത് 1817 ഒഡീഷയിലാണ്. ബക്ഷി ജഗബന്ധു അല്ലെ. ബക്ഷി ജഗബന്ധു ആണ് പൈക്ക കലാപത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പൈക്ക. വെല്ലൂർ കലാപം നടന്നത് എവിടെയാണ്? 1806 വെല്ലൂർ കലാപം തമിഴ്നാട്ടിലാണ്. അപ്പൊ വെല്ലൂർ കലാപം തമിഴ്നാട്. പൈക്ക കലാപം എവിടെയാണ്? പൈക്ക കലാപം നമ്മുടെ ഒഡീഷയിലാണ് പൈക്ക കലാപം നടന്നത്. അപ്പൊ ഇന്ത്യയുടെ ആത്മാവെന്ന പരസ്യവാചകം ഏതാണ്? ഒഡീഷ. ഇന്ത്യയുടെ ഹൃദയം ഏതാണ്? ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. ഇന്ത്യയുടെ കോഹിന്നൂർ ഏതാണ്? ഇന്ത്യയുടെ കോഹിന്നൂർ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ രത്നം ഏതാണ്? ഇന്ത്യയുടെ രത്നം മണിപ്പൂര്. അപ്പൊ ഇന്ത്യയുടെ രത്നം മണിപ്പൂര്, ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്, ഇന്ത്യയുടെ ആത്മാവ് ഒഡീഷ, ഇന്ത്യയുടെ കോഹിന്നൂർ ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം പറഞ്ഞേടെ. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം വിശാഖപട്ടണമാണ് അല്ലെ. വിശാഖപട്ടണമാണ് ആന്ധ്രാപ്രദേശ്. എന്നാ ആന്ധ്ര സംസ്ഥാനം ഉണ്ടായത് 1953 അല്ലെ. ആന്ധ്ര സംസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് വന്നു? 53 ആന്ധ്ര സംസ്ഥാനം വന്നു. കുർണൂൽ. അന്ന് ആന്ധ്രയുടെ തലസ്ഥാനം കുർണൂലാണ് കേട്ടോ, മറന്നു വരുത്. പോറ്റി ശ്രീരാമലുവിന്റെ നിരാഹാരത്തെ തുടർന്ന് ആന്ധ്ര സംസ്ഥാനം ഉണ്ടായ വർഷം എന്ന 53 അന്ന് ആന്ധ്രയുടെ തലസ്ഥാനം കുർണൂൽ. പക്ഷെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 എന്തായി മാറുന്നു? ആന്ധ്ര എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനമായി മാറുന്നു.
അപ്പൊ ഹൈദരാബാദ് തലസ്ഥാനമാക്കിക്കൊണ്ട് വരികയായിരുന്നു കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ആന്ധ്ര കേസരി ആരാടെ? ആന്ധ്ര കേസരി ടി പ്രകാശം. ആന്ധ്ര കേസരി ആരാ? ടി പ്രകാശം. അമരജീവി എന്നറിയപ്പെടുന്നത് ആരാ? പോറ്റി ശ്രീരാമലു. അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു. 53-ൽ ആന്ധ്ര വരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 53-ലല്ലേ വരുന്നത്? ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 53-ലായിരുന്നു അല്ലെ. 3 പേരല്ലേ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉള്ളത്? ആരൊക്കെയാ? ഫസൽ അലി, എച്ച്.എൻ. ഖുസ്രു, സർദാർ കെ.എം. പണിക്കർ. ഫസൽ അലി, എച്ച്.എൻ. ഖുസ്രു, സർദാർ കെ.എം. പണിക്കർ. എച്ച്.എൻ. ഖുസ്രുവിന്റെ ഒരു സംഘടന പഠിച്ചു വെച്ചേരെ. സേവാ സമിതി എന്ന സംഘടന ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സേവാ സമിതി 1914 കാലഘട്ടത്തിൽ വന്ന സേവാ സമിതി എന്ന സംഘടന എച്ച്.എൻ. ഖുസ്രുവിന്റെയാണ്. എച്ച്.എൻ. ഖുസ്രു. തിരിഞ്ഞു പോരുത്. സേവാ സദൻ ആരുടെയെന്ന് ചോദിക്കാം. ബി.എം. മലബാറിയുടെയാണ്. സേവാ സമിതി എച്ച്.എൻ. ഖുസ്രുവിന്റെ ആണെങ്കിൽ സേവാ സദൻ ആരുടെയാണ്? ബി.എം. മലബാറിയാണ്. ബി.എം. മലബാറിയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ 3 പേര്, ഫസൽ അലി, സർദാർ കെ.എം. പണിക്കർ, എച്ച്.എൻ. ഖുസ്രു. സർദാർ കെ.എം. പണിക്കർ നിങ്ങൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി. പറങ്കി പടയാളികൾ, ഹിസ്റ്ററി ഓഫ് കേരള, കേരള സിംഹം എന്നറിയപ്പെടുന്ന കേരള സിംഹം എന്നീ കൃതികൾ എഴുതിയതാര്? സർദാർ കെ.എം. പണിക്കർ. ഒരു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ കെ.എം. പണിക്കർ. പഠിച്ചിട്ടില്ലേ? അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി സർദാർ കെ.എം. പണിക്കരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5-ാമത്തെ. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന്? മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏതാണ്? സർക്കാരിന്റെ ഉടമസ്ഥ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയിലൂടെ മീൻവല്ലം, തൂതപ്പുഴ നമ്മൾ കേട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴ. തൂതപ്പുഴ അല്ലാതെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതാ? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. കുന്തിപ്പുഴ. കുന്തിപ്പുഴ നമ്മൾ വേറൊന്നും പഠിക്കും. കേരളത്തിലെ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി. കേരളത്തിലെ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദിയും കുന്തിപ്പുഴയാണ്. കേരളത്തിലെ സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ തൂതപ്പുഴയാണ്. സൈലന്റ് വാലി ദേശീയ പാർക്കായ വർഷം എന്നാണ്? അതൊന്ന് പറഞ്ഞേ. സൈലന്റ് വാലി ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 84-ല്. ആരാ? ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 84-ൽ ഇന്ദിരാഗാന്ധി. പക്ഷേ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് 85-ൽ രാജീവ് ഗാന്ധി. 85-ൽ രാജീവ് ഗാന്ധി. മഹാഭാരതത്തിൽ സൈലന്റ് വാലിയുടെ പേരെന്തായിരുന്നടെ? മഹാഭാരതത്തിൽ സൈലന്റ് വാലിയുടെ പേര് സൈരന്ധ്രി വനം എന്നാണ്. സൈരന്ധ്രി വനം എന്നാണ് മഹാഭാരതം. മഹാഭാരതം എഴുതിയത് ആരാണ്? വ്യാസൻ. വ്യാസനാണ്. അതൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് കയറി വന്നാലോ. വ്യാസൻ അല്ലെ. രാമായണം എഴുതിയത് വാൽമീകിയാണ് അല്ലെ. വാൽമീകി. അവരുടെ യഥാർത്ഥ നാമം ഒന്ന് ഓർത്തു നോക്കട്ടെ. വാൽമീകിയുടെ യഥാർത്ഥ നാമം രത്നാകരൻ എന്നാണ്. രത്നാകരൻ. വ്യാസന്റെ യഥാർത്ഥ നാമം കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണദ്വൈപായനൻ. അപ്പം മഹാഭാരതം എഴുതിയത് വ്യാസനാണ്. വ്യാസന്റെ യഥാർത്ഥ നാമം കൃഷ്ണദ്വൈപായനൻ. രാമായണം എഴുതിയത് വാൽമീകിയാണ്. വാൽമീകിയുടെ യഥാർത്ഥ നാമം രത്നാകരൻ എന്നതായിരുന്നു കേട്ടോ. കേരള വ്യാസൻ ആരാ? കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അല്ലെ. കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലെ. കേരള പാണിനി ആരാണ്? കേരള പാണിനി A.R. രാജരാജവർമ്മ അല്ലെ. A.R. രാജരാജവർമ്മയാണ് കേരള പാണിനി. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാ? A.R. രാജരാജവർമ്മയുടെ സ്മാരകം മാവേലിക്കര. A.R. രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര. രാജാ രവിവർമ്മ ആർട്സ് കോളേജ് മാവേലിക്കര. തേനീച്ച പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കേരളത്തിൽ തേനീച്ച പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലായിരുന്നു അല്ലെ. A.R. രാജരാജവർമ്മയെ മരണത്തെ തുടർന്ന് കുമാരനാശാൻ എഴുതിയ കൃതിയിലെ പ്രരോദനം ആണ്. A.R. രാജരാജവർമ്മയുടെ മരണത്തെ തുടർന്ന് കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? പ്രരോദനം. അപ്പൊ കേരള പാണിനി എന്ന് വിളിക്കുന്നത് ആരെയാ? A.R. രാജരാജവർമ്മ. കേരള വ്യാസനാര? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ ആരാണ്? കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലാണ് തൂതപ്പുഴ ഉള്ളത്. പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. കാട്ടുപോത്തുകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്നത് പറമ്പിക്കുളമാണ് അല്ലെ. പറമ്പിക്കുളത്തിന്റെ പ്രവേശന കവാടം കേരളത്തിലാണോ? അല്ല. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം പ്രവേശന കവാടമുള്ളൂ. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ പ്രവേശന കവാടമുള്ളതാണ് ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. 73-ലാണ് വരുന്നത്. അതായത് ആദ്യം വരുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം വരുന്നത് പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. മറ്റൊരു പേര് പറഞ്ഞേ. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി, തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം അല്ലെ. 1934-ൽ വന്ന നെല്ലിക്കാമ്പട്ടി സാങ്ച്വറിയാണ് കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തതുമായ വന്യജീവി സങ്കേത കേന്ദ്രം. പക്ഷെ
പക്ഷെ രണ്ടാമത് വരുന്നത് നമ്മുടെ വയനാട് വന്യജീവി സങ്കേത കേന്ദ്രവും പറമ്പിക്കുളവുമാണ്. 73-ലാണ് വരുന്നത് കേട്ടോ. രണ്ടാമത് വരുന്നത് വയനാട് വന്യജീവി സങ്കേത കേന്ദ്രവും പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം. പറമ്പിക്കുളത്തിന്റെ പ്രവേശന കവാടം എവിടെയാണ്? തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ്. പക്ഷെ ആസ്ഥാനം പാലക്കാട് ജില്ലയിലെ തൂണക്കടവ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. മറന്നുപോരുത്, പാലക്കാട് ജില്ലയിലാണ്, ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ പാലക്കാട് ജില്ലയിലെ കാര്യങ്ങളെല്ലാം മീനാക്ഷി കല്യാണം മറന്നുപോരുത്, മീനാക്ഷി കല്യാണം, കന്യാർകളി, പൊറാട്ട് നാടകം, ഇതൊക്കെ ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ലയിലാ. അരി ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലുണ്ട്, പരുത്തി ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലുണ്ട്. ഇതൊക്കെ നമ്മള് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി പാലക്കാടാ. ജലസേചന പദ്ധതി. ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ്, ജലസേചന പദ്ധതി പാലക്കാടാണ്. ഭൂമി ഏറ്റവും കൂടുതൽ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? പാലക്കാടാണ്. ഭൂമി ഏറ്റവും കൂടുതൽ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ നല്ലൊരു ചോദ്യം പാലക്കാട് ജില്ല, ഞാൻ ഇങ്ങനെ കയറി വാർത്തയിലോട്ട് പോട്ടെ, 6ാമത്തെ ചോദ്യം ആവുന്നുള്ളൂ. കേരള ഹൈക്കോടതി എന്നാണ് വരുന്നത്. കേരള ഹൈക്കോടതി 1956 നവംബർ 1-ന് 1956 നവംബർ 1-ന് അല്ലെ? കേരള ആരൊക്കെയാ വന്നത്? 56 നവംബർ 1-ന് കേരള സംസ്ഥാനം നിലവിൽ വന്നോ? കേരള ഹൈക്കോടതി നിലവിൽ വന്നോ? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നോ? കേരള പോലീസ് വന്നു അല്ലെ? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള ഹൈക്കോടതി, കേരളം നിലവിൽ വന്നു, കേരള പോലീസ് നിലവിൽ വന്നതും ഒക്കെ എന്നാണ് 56 നവംബർ 1-നായിരുന്നു അല്ലെ? നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ആദ്യത്തെ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളവും ഉണ്ട് അല്ലെ? സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങൾ ആദ്യം വരുന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പം 1956-ലെ സംസ്ഥാന പുനഃസംഘടനാ പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. അപ്പൊ കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1956 നവംബർ 1-ന്. സംസ്ഥാനത്തെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ MSK രാമസ്വാമിയാണ് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമിയാണ്. 1993-ലല്ലേ വരുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വന്ന വർഷം എന്നാണ് 1993-ലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് അല്ലെ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ വന്ന എന്നാണ്? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25. അതുകൊണ്ടാണ് ആ ജനുവരി 25 വോട്ടേഴ്സ് ദിനം, സമ്മതിദാന അവകാശ ദിനം എന്നൊക്കെ ചോദിച്ചാൽ ജനുവരി 25 പറയണം കേട്ടോ. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ വന്നത് 1950-ല്. ആരായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ? സുകുമാർ സെൻ ആണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ. ആദ്യ ഇലക്ഷൻ കമ്മീഷണറായ വനിത ആരാണ്? VS രമാദേവി. കുറച്ചു കാലം ഭരിച്ചതും അവര് തന്നെയാണ്, VS രമാദേവി. നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറായ, ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷണറായ ഒരു മലയാളി ഉണ്ടായിരുന്നല്ലോ, ആരായിരുന്നു? ഈ ഇടയ്ക്ക് മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു കറണ്ട് അഫയേഴ്സിൽ, TN ശേഷൻ അല്ലെ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറായ മലയാളി ആരാണ്? TN ശേഷൻ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. എന്നാ വന്നത്? 1950 ജനുവരി 25. ജനുവരി 25 ഏത് ദിനം? ജനുവരി 25 വോട്ടേഴ്സ് ദിനം. ജനുവരി 23 ഏത് ദിനമാണ്? ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം, ദേശീയ പരാക്രം ദിവസ് അല്ലെ? ജനുവരി 23 ദേശീയ പരാക്രം ദിവസാണ്, മറന്നുപോരുത്. ജനുവരി 30 ഏത് ദിനമാണ്? ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം അല്ലെ? രക്തസാക്ഷി ദിനവും കുഷ്ഠരോഗ നിവാരണ ദിനവും ജനുവരി 30 അല്ലേ? ക്ഷയരോഗ നിവാരണ ദിനം എന്നാ? അത് മാർച്ച് 24. അപ്പൊ കുഷ്ഠരോഗം ജനുവരി 30 ആണെങ്കിൽ ക്ഷയരോഗം എന്നാണ്? മാർച്ച് 24 ആണ്. മാർച്ച് 24. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമല്ലേ? ആണ്. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 4 ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 ഏതാണ്? ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചിരിക്കണേ. അത് ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 28 ഏതാണ്? സയൻസ് ദിനം അല്ലെ? ശാസ്ത്ര ദിനം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 28. അതൊക്കെ ഓർത്ത് നോക്കുക. അടുത്ത സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? ചാലിയം കോട്ട. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? ചാലിയം കോട്ട അല്ലെ? ചാലിയം കോട്ട. ഏത് ജില്ലയിലാണ് ചാലിയം കോട്ട? കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കോഴിക്കോടാണ്. മഴ കുറവുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ് അല്ലെ? ദേശീയ സുഗന്ധവിള ഗവേഷണം, എന്താ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാ. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നൊരു അപരനാമം തന്നെ കോഴിക്കോട് ജില്ലയുണ്ട്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം. സാമൂതിരിമാരുടെ ആസ്ഥാനമായ ജില്ല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം
നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ നാളികേരം കോഴിക്കോടാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ മലപ്പുറം ആണെന്ന് ചില ബുക്കുകളിൽ വന്നിട്ടുണ്ട്. നാളികേരത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ മലപ്പുറം ജില്ലയാണെന്ന് പറയാറുണ്ട്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വിശപ്പ് രഹിത നഗരം കോഴിക്കോടാണ്. സാഹിത്യ നഗരം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചു അല്ലെ. യുനെസ്കോ സാഹിത്യ നഗരം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലല്ലേ. ഈ കോഴിക്കോട് തളി ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? കോഴിക്കോട് തളി ക്ഷേത്രം, രേവതി പട്ടത്താനം എന്ന് പറയുന്ന ഒരു പണ്ഡിത സദസ്സ് കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് അല്ലെ. കൃഷ്ണനാട്ടം കോഴിക്കോടല്ലേ വന്നത്. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ നമ്പൂതിരി. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനവേദൻ നമ്പൂതിരി. കൃഷ്ണനാട്ടം കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത്. രാമനാട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ട്. കഥകളിയുടെ ആദ്യകാല രൂപം എന്നു വെച്ചാൽ രാമനാട്ടമാണ്. ഇനി നല്ലൊരു ചോദ്യം പറയട്ടെ. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് അറിയാമോ? കുഞ്ഞാലിമരക്കാർ സ്മാരകം ഇരിങ്ങൽ, കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ് കുഞ്ഞാലിമരക്കാർ സ്മാരകം. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം എന്ന് വിളിക്കുന്നത് ഇരിങ്ങലാണ്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങലാണ്. നല്ലൊരു ചോദ്യം പറയാൻ വിട്ടുപോയി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കോഴിക്കോടാണ് വരുന്നത്. ഏതാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? കുറ്റ്യാടി അല്ലെ. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972 കുറ്റ്യാടിപ്പുഴയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉണ്ടല്ലോ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ ഭാസ്കരൻ നായർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യ പ്രസിഡന്റ് കെ ഭാസ്കരൻ നായർ അവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ വി കെ കൃഷ്ണമേനോൻ, അതുപോലെ നമ്മുടെ വർഗീസ് കുര്യൻ. വി കെ കൃഷ്ണമേനോൻ കോഴിക്കോടുകാരൻ, വർഗീസ് കുര്യൻ കോഴിക്കോടുകാരൻ അല്ലെ. വർഗീസ് കുര്യന്റെ ആ ഓപ്പറേഷന്റെ പേരെന്തായിരുന്നത്? പാലും പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ പേരെന്താ? ഓപ്പറേഷൻ ഫ്ലഡ്. 1970 ആണ്. 1970 ഒന്നാം കാലഘട്ടം എന്ന് വിളിക്കുന്നത് തന്നെ. അതായത് ധവള വിപ്ലവത്തിന്റെ ഒന്നാം കാലഘട്ടം എന്ന് വിളിക്കുന്നത് തന്നെ 1970 അല്ലെ. 70 ആണ് ഒന്നാം ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അൺഫിനിഷ്ഡ് ഡ്രീം, ഐ ടു ഹാഡ് അങ്ങനെ ഒരു അൺഫിനിഷ്ഡ് ഡ്രീം അല്ലെ. അങ്ങനെ ഏതോ ഒരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. അൺഫിനിഷ്ഡ് ഡ്രീം വർഗീസ് കുര്യന്റെ പ്രധാന കൃതിയാണ്. അൺഫിനിഷ്ഡ് ഡ്രീം, ഐ ടു ഹാർഡ് ഡ്രീം എന്ന് പറഞ്ഞ ഏതോ ഒരു കൃതിയും കൂടെ ഉണ്ട്. എന്റെ ഓർമ്മയിൽ വരുന്നത് അൺഫിനിഷ്ഡ് ഡ്രീമും അദ്ദേഹത്തിന്റെയാണ്, വർഗീസ് കുര്യന്റെ. കോഴിക്കോടുകാരനാണ് വർഗീസ് കുര്യൻ. പിന്നെ ഈ കോഴിക്കോടിന്റെ കഥാകാരൻ ആരാണ്? കോഴിക്കോടിന്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാട്. മറന്നുപോരുതേ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട് ഒരു തെരുവിന്റെ കഥ എഴുതിയത് കോഴിക്കോട് മിഠായി തെരുവിനെ കുറിച്ചാണ്. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച കൃതി ഒരു ദേശത്തിന്റെ കഥയാണ് അല്ലെ. ഒരു ദേശത്തിന്റെ കഥ. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം പറയാമോ? 1980. അവിടെ ശ്രദ്ധിച്ചോണം. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി നോവലിസ്റ്റ് ഇദ്ദേഹമാണ്. കണ്ടോ? ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി അല്ലെങ്കിൽ കവി എന്നൊക്കെ ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ് 65. പക്ഷെ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി നോവലിസ്റ്റ് എന്ന് ചോദിച്ചാൽ 80 എസ് കെ പൊറ്റക്കാടാണ് പറയേണ്ടത്. 80 എസ് കെ പൊറ്റക്കാടാണ് അല്ലെ. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്ന ആളല്ലേ കേരളത്തിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത്? ആരാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത്. അൽ അമീൻ എന്ന പത്രം അദ്ദേഹത്തിന്റെയാണ് കേട്ടോ. അൽ അമീൻ എന്ന പത്രമാരുടെയാണ്? നമ്മുടെ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ. തച്ചോളി ഉദയന്റെ ജന്മസ്ഥലം എവിടെയാണ്? തച്ചോളി ഉദയന്റെ ജന്മസ്ഥലം വടകരയിലാണ്. തച്ചോളി ഉദയന്റെ ജന്മസ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ വടകരയാണ് നമ്മൾ പറയേണ്ടത്. എം മുകുന്ദന്റെ ഒരു പ്രശസ്ത കൃതിയിലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അല്ലെ, അതിലെ വെള്ളിയാംകല്ല് എന്ന് പറയുന്ന ആ സ്ഥലം കോഴിക്കോടാണ്. എം മുകുന്ദന്റെ വെള്ളിയാംകല്ല് എന്ന് പറയുന്ന ആ സ്ഥലമാണ് മയ്യഴിപ്പുഴ തീരങ്ങളിൽ പരാമർശിക്കുന്ന ആ ഗ്രാമം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയാമോ? പ്രശസ്തമായ ഡോൾഫിൻ പോയിന്റ് എവിടാന്ന് ചോദിച്ചിട്ടില്ലേ? പ്രശസ്തമായ ഡോൾഫിൻ പോയിന്റ് എവിടെയാണ്? നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ അല്ലെ. വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം, പഴശ്ശി മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഹില്ലാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ നമ്മുടെ കീഴറിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കീഴറിയൂർ ബോംബ് കേസ് നടന്നത്. നിപ്പ വന്നത് ആദ്യമായിട്ട് കോഴിക്കോടല്ലേ? നിപ്പ പേരാമ്പ്ര അല്ലെ. നിപ്പ വന്നത് പേരാമ്പ്രയിൽ കോഴിക്കോട് ജില്ലയിലാണ്.
കടലുണ്ടി ഏതായിരുന്നടേ? ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് പറയാറില്ലേ? കടലുണ്ടി വള്ളിക്കുന്നം എന്ന് പറയാറില്ലേ? കമ്മ്യൂണിറ്റി റിസർവ് നമ്മൾ പറയാറുണ്ട് കടലുണ്ടി. ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന് പറയുന്നത് ഒരു കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഏതാണ്? കടലുണ്ടിയാണ് നമ്മൾ പഠിക്കാറുള്ളത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഞാൻ ഓരോന്ന് പറഞ്ഞ അങ്ങ് പോകും, അടുത്തയിലോട്ട് അങ്ങ് പോട്ടെ. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയം കോട്ട, കോഴിക്കോട് ജില്ലയില. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്കൊക്കെ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ആരുടെ പ്രശസ്ത കൃതിയാ? VS അച്യുതാനന്ദന്റെ പ്രശസ്ത കൃതിയാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ അല്ലെ? കാട്ടുപോത്തുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? ഇതെല്ലാം നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ അങ്ങ് പോകുന്നത്. ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രമാണ് കാട്ടുപോത്തുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രം. സാരാനാഥ് സ്തൂപം എവിടെയാണ്? നമുക്ക് രണ്ട് പ്രധാന സ്തൂപങ്ങളല്ലേ അശോകന്റെ ഉള്ളത്? സാരാനാഥും സാഞ്ചിയും. സാരാനാഥ് ഉത്തർപ്രദേശിലും സാഞ്ചി മധ്യപ്രദേശിലും. നമ്മുടെ അശോക സ്തംഭമൊക്കെ എടുത്തിരിക്കുന്നത് സാരാനാഥിൽ നിന്നാണെന്ന് പറയാറില്ലേ? സാരാനാഥ് ഉത്തർപ്രദേശിലും സാഞ്ചി എവിടെയാണ്? മധ്യപ്രദേശിലായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. സാഞ്ചി മധ്യപ്രദേശിലും സാരാനാഥ് ഉത്തർപ്രദേശിൽ. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നിയമസഭ കൂടുതൽ ഉത്തർപ്രദേശ്, പട്ടികജാതി കൂടുതൽ ഉത്തർപ്രദേശ്, ലോകസഭ കൂടുതൽ ഉത്തർപ്രദേശ്, രാജ്യസഭ കൂടുതൽ ഉത്തർപ്രദേശ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉള്ളതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറവ് എവിടാ? ജനസംഖ്യ കുറവ് സിക്കിമിലാണ്. ഏറ്റവും ജനസംഖ്യ കുറവ് എവിടെയാണ്? സിക്കിമാണ്. ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് അല്ലെ? ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? ഗോവയാണ് നമ്മൾ പറയേണ്ടത്. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഏതാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം അദ്ദേഹത്തിന്റെ അല്ലേ? 1917 ആത്മവിദ്യാസംഘം ഇദ്ദേഹത്തിന്റെയാണ് അല്ലെ? കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലല്ലേ ഇദ്ദേഹം ജനിച്ചത്? കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമം എന്താണ്? കുഞ്ഞിക്കണ്ണൻ. ഇദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്? ആത്മവിദ്യാ സംഘമാണ് ഇദ്ദേഹത്തിന്റെ സംഘടന. 1917 കാഷായം ധരിക്കാത്ത സന്യാസിയാണോ? അല്ല. കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസിയാണ് അല്ലെ? കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ സന്യാസി വാഗ്ഭടാനന്ദൻ. പക്ഷെ കാഷായം ധരിക്കാത്ത സന്യാസി ആരാ? ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി ചട്ടമ്പി സ്വാമികളും കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദന്. ലോക അദാലത്ത് ഏതാണ് എന്ന വാക്കിനർത്ഥം എന്താ? ജനങ്ങളുടെ കോടതി എന്നാണ് അല്ലെ? ദേശീയ തലത്തിൽ അഴിമതി തടയുന്ന സ്ഥാപനം ഏതാ? ദേശീയ തലത്തിൽ അഴിമതി അത് ലോകായുക്തയാണ്. ദേശീയ തലത്തിലാകുമ്പോൾ ലോകായുക്തയാണ് നമ്മൾ പറയേണ്ടത് അല്ലെ? ലോക്പാൽ അല്ല, ദേശീയ തലത്തിലാകുമ്പോൾ ലോക്പാൽ അല്ലെ? ലോക്പാല് ദേശീയ തലത്തിലാകുമ്പോൾ, സംസ്ഥാന തലത്തിലാകുമ്പോൾ ലോകായുക്ത എന്നാണ് പറയേണ്ടത്. അപ്പൊ ദേശീയ തലത്തിൽ അഴിമതി തടയുന്ന സ്ഥാപനം ലോക്പാല്, സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്തയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ്? ചിലപ്പോൾ ബേസ് ചോദ്യം ചോദിച്ചാലോ? ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. ആഗ്നേയ നമുക്ക് 3 ശിലയല്ലേ? ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില. ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലയ്ക്കും ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും അവസാദ ശിലയ്ക്ക്. അതുപോലെ മാർബിള്, സ്ലേറ്റ് എന്നിവ ഏതിനാണ്? അത് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം. അപ്പം ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയശില, ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും അവസാദശില, മാർബിളും സ്ലേറ്റും ഏതാണ്? കായാന്തരിത ശിലയ്ക്കാണ് ഉദാഹരണം. പിതൃശില, മാതൃശില, ശിലകളുടെ മാതാവ് എന്നൊക്കെ വിളിക്കുന്നത് ആഗ്നേയശിലയാണ്. 2012 ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളും എല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കണേ. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ? 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ അവസ്ഥ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ അഥവാ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 8ാമത്തെ അവസ്ഥ ഏതാണ്? റൈഡ്ബർഗ് മാറ്റർ. 9ാമത്തെ അവസ്ഥ ഏതാ? ജാൻ ടെല്ലർ മെറ്റൽ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7ാമത്തെ അവസ്ഥ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ അഥവാ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ.
എട്ടാമത്തെ അവസ്ഥയുടെ പേര് ജാൻ ടെല്ലർ മെറ്റൽ അല്ല, റൈഡ് ബെർഗ് മാറ്റർ. റൈഡ് ബെർഗ് മാറ്റർ. ഒമ്പതാമത്തെ അവസ്ഥയുടെ പേര് ജാൻ ടെല്ലർ മെറ്റൽ ആണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ഏത് സ്ഥലത്താണ് ജനിച്ചത്? നമ്മുടെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരൊക്കെ ചേർന്ന് രൂപീകരിക്കുന്നത്? ബാലഗംഗാധര തിലകനും ആനി ബസന്റും. ഏത് വർഷമാ? 1916 അല്ലെ? ഹോം റൂൾ പ്രസ്ഥാനം ഏത് വർഷമാണ്? 1916. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ എവിടെയാണ് കൊണ്ടുവരുന്നത്? ബാലഗംഗാധര തിലകൻ പൂനെയിലുമാണ് സ്ഥാപിക്കുന്നത്. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ പൂനെയിലും 1916 ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ടുവരുന്നു. 16 വേറൊരെണ്ണം പഠിക്കുമല്ലോ, എന്താ? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്, കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചത്, ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയത്, ഇതൊക്കെ ചോദിച്ചാൽ ഏത് വർഷം പറയണ്ടേ? 1916 ആണ് അല്ലെ? മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞതെന്നാണ് 1907 സൂററ്റ് സ്പ്ലിറ്റും ഒന്നിച്ചത് 16 ലക്നൌ സമ്മേളനമാണ്. ലക്നൌവിന്റെ തീരത്തൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗോമതിയാണ്. ലക്നൌവിന്റെ തീരത്തൂടെ. ഹോം റൂൾ പ്രസ്ഥാനം 16 ഹോം റൂൾ പ്രസ്ഥാനം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടെയായിരുന്നു? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടെ എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ പത്രം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഗോഖലെയുടെ പത്രം നേഷൻ ആണ്. ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നീ പത്രം ആരുടെയാ? ന്യൂ ഇന്ത്യ കോമൺവീൽ ആനി ബസന്റിന്റെ പത്രമാണ് അല്ലെ? ആനി ബസന്റിന്റെ പത്രം അല്ലെ? കേസരി മറാത്തയും ആരുടെയാ? കേസരി മറാത്തയും ബാലഗംഗാധര തിലകന്റെ പത്രമാണ്. കേസരി മറാത്തയും ആരുടെ എന്ന് ചോദിച്ചു. ലീഡർ എന്ന പത്രം ആരുടെ? ലീഡർ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. അതുപോലെ നാഷണൽ ഹൊറാൾഡ് ആരുടെയാ? നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ജവഹർലാൽ നെഹ്റു. വന്ദേ മാതരം എന്ന പത്രം ആരുടെയാ? വന്ദേ മാതരം എന്ന പത്രം ലാല ലജ്പത് റായ്. ഉറുദു പത്രം ലാല ലജ്പത് റായ് ആണ് വന്ദേ മാതരം എന്ന് പറയുന്ന പത്രം. ഷോം പ്രകാശ് എന്ന മാസിക ആരുടെയാണെന്നറിയാമോ? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെയാണ് ഷോം പ്രകാശ് എന്ന മാസിക ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം ആരുടെ? ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബുൽ കലാം ആസാദിന്റെ. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ ഇന്ത്യൻ മിറർ ഉണ്ട്, ദേവേന്ദ്രനാഥ ടാഗോറിന്റെ. ഇന്ത്യൻ മിറർ ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനയാണ്, ദേവേന്ദ്രനാഥ ടാഗോറിന്റെ സംഘടനയാണ്. തത്വബോധിനി സഭ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോറിന്റെയാണ്. ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്? പാരമീസിയം അല്ലെ? ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്? പാരമീസിയം. അമീബ, പാരമീസിയം, യൂക്ലീന, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിലെ ചെരുപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഏകകോശ ജീവി ഏതാണ്? പാരമീസിയം ആണ് നമ്മൾ പറയുന്നത്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി തെറ്റിപ്പോരുത്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി തെറ്റിപ്പോരുത്. ലിഥിയം അയൺ ബാറ്ററിയാണ് അല്ലെ? മൊബൈൽ ഫോണിന്റെ പിതാവാരാ? മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പർ ആണ് മൊബൈൽ ഫോണിന്റെ പിതാവാരെന്ന് വെച്ചാൽ. സാധാ ടോർച്ച് സെല്ലിലൊക്കെ ഉപയോഗിക്കുന്നത് മെർക്കുറി സെല്ലാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ്. ഓർത്തു വെക്കുക. ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്? പാരമീസിയം ആണ് ചെരുപ്പിന്റെ ആകൃതിയിലുള്ളത്. ഓക്കെ. ചാവുകടലിൽ ആളുകൾ മുങ്ങാത്തതിന് കാരണം, സ്കൂൾ ടെസ്റ്റിലെ പോയിന്റ്, ഉപ്പ് ജലത്തിന്, അവിടെ ഉപ്പ് ജലമാണ്, അവിടെ സാന്ദ്രത കൂടുതലായതിന് പൊങ്ങിക്കിടക്കത്തേ ഉള്ളൂ, താന്നു പോകത്തില്ല. അതുകൊണ്ടാണ് ചാവുകടലിൽ ആളുകൾ മുങ്ങാത്തതിന് കാരണം ഏതാണ്? ഉപ്പുജലത്തിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ് അല്ലെ? പാലസ്തീനും ജോർദാനും ഇടയ്ക്കല്ലേ ചാവുകടൽ എന്ന് വിളിക്കുന്നത്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏതാണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ തന്നെയല്ലേ? ആണ്. വൈദ്യുത പ്രഭാഗത്തിന്റെ യൂണിറ്റ് എന്താ? വൈദ്യുത പ്രഭാഗം ആംബിയർ ആണ്. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റോ ഓം ആണ്. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതാ? ക്യൂറി അഥവാ ബെക്കോറൽ. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ഏതാ? ആംസ്ട്രം. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആംസ്ട്രം ആണ് തരംഗ ദൈർഘ്യം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂള്. താപത്തിന്റെ യൂണിറ്റ് ഏതാ? കലോറി. താപത്തിന്റെ യൂണിറ്റ് ഏതാ? കലോറി. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? കാണ്ടിലയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നല്ലൊരു ക്വസ്റ്റ്യൻ, ഈ വിമാനങ്ങളുടെ വേഗതയൊക്കെ അളക്കുന്ന യൂണിറ്റ് ഏതാ? വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗതയൊക്കെ അളക്കുന്ന യൂണിറ്റ് നോട്ടാണ് അല്ലെ? നോട്ടാണ്. നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. അതൊക്കെ ഒന്ന് ഓർക്കുകയാണ്. ഇനി തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അവിടെ ആണല്ലോ അല്ലെ? ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ആരുടെ പേരിലാണെന്ന്? പാലോട് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആരുടെ പേരിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ്. തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ പേരിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലായിരുന്നു. ലോകാരോഗ്യ
സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരക്കാലം എന്ന് വിളിക്കുന്നത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് എന്ന് വിളിക്കുന്നത് കൗമാരക്കാലം എന്ന് വിളിക്കുന്നത്. 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് അവരുടെ കൗമാരക്കാലം എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണേ. അതുപോലെ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ഏത് വർഷമാണ് അത് പ്രമേയം ഒപ്പുവെച്ചത്? മൗലികാവകാശങ്ങൾ ഏത് വർഷമാണ് പ്രമേയം ഒപ്പുവെച്ചത്? 1931 അല്ലെ? 31 കറാച്ചി സമ്മേളനത്തിലാണ്. കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി, ആദ്യ ഉപപ്രധാനമന്ത്രി, ഗുജറാത്ത് സിംഹം, ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്, ഇന്ത്യയുടെ ബിസ്മാർക്ക്. എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയാവൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. 1918 കേദാ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. അപ്പൊ 18 കേദാ സത്യാഗ്രഹം, 28 ബർദോളി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ? ആദ്യ ആഭ്യന്തരമന്ത്രി, ആദ്യ ഉപപ്രധാനമന്ത്രി, ആദ്യ ഗുജറാത്ത് സിംഹം, അധികാരത്തിലിരിക്കെ അന്തരിക്കുന്ന ഏക ഉപപ്രധാനമന്ത്രി ആരെന്നൊക്കെ ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ പോലീസിന്റെ വന്ധ്യവയോധികൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി ഹൈദരാബാദിലുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദിലാണ് ഉള്ളത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? ഏറ്റവും വലിയ കൽക്കരി ഖനി ജാറിയ അല്ലെ? ജാറിയ. ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? ജാറിയ, ജാർഖണ്ഡ്. ഏറ്റവും പഴയ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ യുറേനിയം ഖനി ഏതാണ്? യുറേനിയം ഖനി ജാദുഗുഡ. ഇന്ത്യയുടെ യുറേനിയം ഖനി ഏതാ? ജാദുഗുഡ, ജാർഖണ്ഡ്. ജാദുഗുഡ, ജാർഖണ്ഡ്. ഇന്ത്യയുടെ ചെമ്പു ഖനി ഏതാ? ചെമ്പു ഖനി കേത്രി, രാജസ്ഥാനിലെ കേത്രി ആണ് ഇന്ത്യയുടെ ചെമ്പ് ഖനി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ കേത്രിയാണ്. രാജസ്ഥാനിലെ ദിൽവാര ക്ഷേത്രം, മൗണ്ട് അബു സുഖവാസ കേന്ദ്രം അവിടെയല്ലേ? മൗണ്ട് അബു സുഖവാസ കേന്ദ്രം, അതിനകത്തൊരു ദിൽവാര ക്ഷേത്രം ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ. 1964 വന്ന ബൊക്കാറോ ആണ് ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. പക്ഷെ ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബിലായി ആണ്. പൊതുമേഖലയിലൊക്കെ തന്നെ ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? ഛത്തീസ്ഗഡിലെ ബിലായി ആണ്. ബൊക്കാറോ എവിടെയാ? ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിൽ. ഇന്ത്യയുടെ ഉരുക്ക് നഗരം ഏതാ? ഇന്ത്യയുടെ ഉരുക്ക് നഗരം ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നോ, ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നോ, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നോ ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ജംഷഡ്പൂർ ആണ് കേട്ടോ. ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആസൂത്രിത നഗരം ജംഷഡ്പൂർ ആണ് കേട്ടോ. ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ് ആണ്. ലേ കോർബ്യൂസിയർ, ഫ്രഞ്ച് ശില്പിയായിരുന്ന ലേ കോർബ്യൂസിയർ പണികഴിപ്പിച്ച ചണ്ഡീഗഡ് ആണ് ആദ്യത്തെ ആസൂത്രിത നഗരം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആസൂത്രിത നഗരം ജംഷഡ്പൂർ ആണ്. ഓർത്തു വെച്ചിരിക്കണേ, അത് നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? അത് വൂളാറ്, ജമ്മു കാശ്മീർ. വൂളാറ്, ജമ്മു. കൊല്ലേരു എവിടെയാ? കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. രേണുക തടാകം എവിടെയാണ്? രേണുക തടാകം അതെവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. രേണുക തടാകം എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോലാമു തടാകം, സിക്കിമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ? ചോലാമു തടാകം, സിക്കിം. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാ? ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകം, രാജസ്ഥാനാണ്. ഏതായിരുന്നു? സാമ്പാർ തടാകം, രാജസ്ഥാനാണ്. ഏറ്റവും 2 എണ്ണം രാജസ്ഥാനിലുണ്ട്. പുഷ്കർ തടാകവും ഉണ്ട്, സാമ്പാർ തടാകവും രാജസ്ഥാനിലാണ് കേട്ടോ. പുഷ്കർ തടാകവും സാമ്പാർ തടാകവും രാജസ്ഥാനിലാണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതാ? ലൂണിയാണ്. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതാ? ലൂണിയാണ്. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണെന്ന് അറിയാമോ? മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടി. മറന്നുപോരുതേ, മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയാണ്. ജനഗണമന ഏത് വർഷമായിരുന്നു? ജനഗണമന പാടിയത് 1911. വന്ദേമാതരം പാടിയത് 1896 അല്ലെ? ജനഗണമനയുടെ രാഗം ശങ്കരാഭരണം, വന്ദേമാതരത്തിന്റെ രാഗം ദേശരാഗ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ, വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷ്. ജനഗണമന പാടാൻ 52 സെക്കൻഡ് ആണെങ്കിൽ വന്ദേമാതരം പാടാൻ 65 സെക്കൻഡ് ആണ്. ജനഗണമനയ്ക്ക് സംഗീതം കൊടുത്തത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണെങ്കിൽ വന്ദേമാതരത്തിന് സംഗീതം കൊടുത്തത് ജദുനാഥ് ഭട്ടാചാര്യ. ജനഗണമനയും വന്ദേമാതരവും ബംഗാളി ഭാഷയിലാണ് അല്ലെ? ബംഗാളി ഭാഷയിലാണ് ജനഗണമനയും വന്ദേമാതരവും
മുഖാന്തരം ഏത് ഭാഷയിൽ എന്റെ തൊണ്ടയൊക്കെ വറ്റി. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ് റിവിഷനുമായിട്ട് കൊണ്ടുവരാം. കറണ്ട് അഫയേഴ്സ് ഒക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആരൊക്കെയോ കമന്റ് സയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അടുത്തതിൽ നമുക്ക് സ്കൂൾ ടെസ്റ്റ് സയൻസോ ഒക്കെ റിവിഷനുമായിട്ട് വരാം. തൊണ്ട പറ്റിയത് കൊണ്ടൊക്കെ നിൽക്കുകയാണ്. റിവിഷൻ ആണ്, സ്പീഡിൽ പറയുന്നതാണ്. കാരണം പതുക്കെ പറഞ്ഞു തന്നാൽ 50 100 ഇങ്ങനെ നിന്ന് പഠിക്കാം. അത് പറയാം, എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യണം. ജില്ല പറയുമ്പോൾ പിന്നെ തോന്നും എനിക്ക് സംസ്ഥാനം, പിന്നെ മണ്ണിനും തോന്നും, അതുപോലെ ഏതെങ്കിലും ഒക്കെ. അതെല്ലാം LGS ചോദ്യങ്ങളാണ് ഫുള്ള് ഞാനിങ്ങനെ പറഞ്ഞു പോയെന്ന് എനിക്കറിയാം. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അവസാന നാളിൽ കുറച്ച് റിവിഷൻ ആയിട്ട് വരുമല്ലോ, ഫ്രീ കിട്ടുന്ന സമയത്ത് കേൾക്കാൻ വേണ്ടി റിവിഷൻ ആയിട്ട് വന്നല്ലോ. അപ്പൊ ഏറ്റവും വലിയ തടാകം മറന്നു പോരുത്. ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഒഡീഷ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറ്, ജമ്മു കാശ്മീർ. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചോലാമു തടാകം അല്ലെ, ചോലാമു തടാകം നമ്മുടെ സിക്കിമിലാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേ. കുറെ നല്ലൊരു റിവിഷനുമായിട്ട് വീണ്ടും പരീക്ഷയ്ക്ക് മുമ്പ് വീണ്ടും ഞാൻ വരും. നിങ്ങൾ കുറെ പേർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയോജനപ്പെട്ട് കാണും അല്ലെ, കഴിഞ്ഞ 2 എണ്ണമൊക്കെ പ്രയോജനപ്പെട്ടില്ലൂടെ. കേക്ക് റിവിഷൻ ആയിട്ട്, അല്ലാതെ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി പഠിക്കാൻ ഈ സമയമില്ലല്ലോ, റിവിഷൻ അല്ലേ. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു റിവിഷനുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.